പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച പൈലറ്റ് പ്രോജക്ട് ഇ സമൃദ്ധി പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. തിരുവല്ല ബ്ലോക്ക് ക്ഷീരസംഗമം ഉദ്ഘാടനം വേങ്ങൽ ദേവമാത ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കന്നുകാലികളുടെ പൂർണ്ണ വിവരം ലഭ്യമാക്കുന്ന പദ്ധതി 7.5 കോടി രൂപ ചെലവിട്ടാണ് ആരംഭിച്ചത്. പശുക്കളുടെ ചെവിയിൽ ഘടിപ്പിച്ച ചിപ്പ് അധിഷ്ഠിത ടാഗ് വഴി ഉടമ നൽകിയ വാക്സിനേഷൻ വിവരം തുടങ്ങിയവ ലഭ്യമാകും. തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതിന് പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ അടുത്ത മാസം ആരംഭിക്കും. ഇവ പ്രവർത്തിപ്പിക്കാനുള്ള ഒഴിഞ്ഞ സ്ഥലം തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കും. വെറ്റിനറി സർജനും വാക്സിൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കും. സാധാരണക്കാരായ ക്ഷീരകർഷകരെ സഹായിക്കാൻ ഇൻഷുറൻസ്, പലിശരഹിത വായ്പ, ധനസഹായം, കിടാരി പാർക്ക്, ക്ഷീരഗ്രാമം പദ്ധതി, കർഷകർക്ക് പെൻഷൻ, മക്കൾക്ക് സ്കോളർഷിപ്പ്, വിവാഹ ധനസഹായം തുടങ്ങി നിരവധി പ്രവർത്തനം മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട്. ക്ഷീരകർഷകർക്ക് വീട്ടുമുറ്റത്ത് മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിന് ആംബുലൻസുകൾ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഇന്ന് നമ്മുടെ ക്ഷീരസംഗമം സംഘടിപ്പിക്കുകയാണ്. ക്ഷീരകർഷകർ ഏറ്റവും കൂടുതൽ പാലം നൽകുന്ന ക്ഷീരകർഷകർ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നല്ലതുപോലെ പശുക്കളെ വളർത്തുന്ന ആൾക്കാർ, അവർക്കെല്ലാം അവാർഡുകൾ ഉൾപ്പെടെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ക്ഷീരസംഗമത്തിൽ വെച്ചാണ്. നമ്മുടെ ഈ തവണത്തെ വിപുലമായ നിലയിൽ സംസ്ഥാന ക്ഷീരസംഗമം നമ്മുടെ കൊല്ലം ജില്ലയിൽ വെച്ച് നടത്തുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷീരസംഗമത്തിലൂടെ ക്ഷീരോത്പാദന പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പിലാക്കാനും കർഷകർക്ക് ശാസ്ത്രീയ അറിവ് പകരാനും സാധിക്കുന്നുണ്ടെന്ന് അധ്യക്ഷൻ മാത്യു ടി തോമസ് MLA പറഞ്ഞു. മികച്ച ക്ഷീരകർഷകരെ ആദരിക്കലും ബ്ലോക്കിലെ മികച്ച ക്ഷീരസംഘത്തിനുള്ള അവാർഡ് ദാനവും മന്ത്രി നിർവഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ P. അനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ഷീരമേഖലയിലെ വ്യവസായ പദ്ധതി, ആദായകരമായ പാലുൽപാദനം, ഗുണമേന്മ വർധനയിലൂടെ ബാങ്ക് വായ്പകളും വ്യവസ്ഥകളും എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടന്നു. പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK അനു, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സഹകാരികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.